ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച നടന്മാർ: ഷാരൂഖ് ഖാൻ, സിനിമ ജവാൻ; വിക്രാന്ത് മാസി, സിനിമ 12th ഫെയിൽ; മികച്ച നടി: റാണി മുഖർജി, സിനിമ മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ; മികച്ച സിനിമ 12th ഫെയിൽ; സംവിധാനം വിധു വിനോദ് ചോപ്ര; മികച്ച സംവിധായകൻ സുദീപ് സെൻ, സിനിമ ദ കേരള സ്റ്റോറി; മികച്ച സഹതാരങ്ങൾ മുത്തുപ്പെട്ടി സോമു ഭാസ്കർ, സിനിമ പാർക്കിംഗ്; ജാനകി ബോധിവാല, സിനിമ വാഷ്. മലയാള സിനിമ: മികച്ച സഹനടൻ വിജയരാഘവൻ, മികച്ച സഹനടി ഉർവശി; മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്; മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്, സിനിമ 2018; മികച്ച എഡിറ്റർ മിഥുൻ മുരളി, സിനിമ പൂക്കാലം. ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ, 754 റൺസ്. ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ 2020 ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത്. വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം ബ്രസീലിന്. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കൊളംബിയയെ 5-4 പരാജയപ്പെടുത്തി. ബ്രസീലിൻ്റെ 9ാം കോപ്പ അമേരിക്ക കിരീടമാണിത്. വനിതാ യൂറോകപ്പ് ഫുട്ബോൾ കിരീടം ഇംഗ്ലണ്ടിന്. ഫൈനലിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഷീൽഡ് ഫുട്ബോൾ കിരീടം ക്രിസ്റ്റൽ പാലസിന്. ഫൈനലിൽ ലിവർപൂളിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-2 തോൽപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം നിർമ്മിക്കാനൊരുങ്ങി ആന്ധ്രാപ്രദേശ്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവ് വരുത്തുന്നതിന് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട്. US മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് 107 ഡേയ്സ്. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗോവ. ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിൻ്റെ നിർമ്മാണം തുടങ്ങി ചൈന. ഇന്ത്യയിൽ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് ജാർഖണ്ഡ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടറായി ES പത്മകുമാർ നിയമിതനായി. വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ ഡയറക്ടറായി ഡോക്ടർ A രാജരാജനെ നിയമിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മഹാദേവ്. വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം. ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച് ജൂലൈ 30 വിക്ഷേപിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിയുടെ സംവിധാനത്തിൽ വീണ്ടും പ്രദർശനത്തിനെത്തുന്ന ചിത്രമാണ് 2013 പുറത്തിറങ്ങിയ ധനുഷ് ചിത്രമായ രാഞ്ചന. MB ശ്രീനിവാസൻ പുരസ്കാരം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്. KR മീരയ്ക്ക് ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം. 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ E സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം ഗോകുലം ഗോപാലന്. പ്രഥമ നാട്യവേദ പുരസ്കാരം നർത്തകി പത്മ സുബ്രഹ്മണ്യത്തിന്. 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് സാറ ജോസഫിന്. 2024 തിക്കുറിശ്ശി അവാർഡുകൾ നടൻ ശ്രീനിവാസനും നടി മല്ലിക സുകുമാരനും. PT ചാക്കോ പുരസ്കാരം PJ ജോസഫിന്. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ച സ്ഥാപക നേതാവുമായ ഷിബു സോറൻ അന്തരിച്ചു.
ജമ്മു കാശ്മീർ, ബീഹാർ, ഗോവ, മേഘാലയ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ മുൻ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. പ്രേം നസീറിൻ്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു. VS അച്യുതാനന്ദൻ വിടവാങ്ങി. 1923 ഒക്ടോബർ 20 അമ്പലപ്പുഴ പുന്നപ്ര വെന്തലത്തറ കുടുംബത്തിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ചു. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് മുഴുവൻ പേര്. 1946 ഒക്ടോബർ 28 പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കുകയും കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തു. 1967 അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി. 1970 വീണ്ടും അമ്പലപ്പുഴയിൽ നിന്നും 1991 മാരാരിക്കുളത്തു നിന്നും നിയമസഭയിലെത്തി. 2001, 2006, 2011, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മലമ്പുഴയിൽ നിന്നും നിയമസഭയിലെത്തി. 1992, 2001, 2011 വർഷങ്ങളിൽ പ്രതിപക്ഷ നേതാവായി. 2006 മെയ് 18 മുഖ്യമന്ത്രിയായി. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. 2016 ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാവുകയും 2021 ജനുവരിയിൽ സ്ഥാനമൊഴിയുകയും ചെയ്തു. സമരത്തിനിടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല, VS കേരള വികസന സങ്കല്പങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചു. 2025 ജൂലൈ 21 അന്തരിച്ചു. സിക്കിമിലെ യാക്ടനാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം. യാക്ടൻ, സിക്കിം. ഉക്രൈനിൻ്റെ പുതിയ പ്രധാനമന്ത്രി യൂലിയ സ്വിർഡൻകോ. ഗുജറാത്താണ് ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ബ്രിട്ടൻ വോട്ടിംഗ് പ്രായം 18 നിന്ന് 16 കുറയ്ക്കാൻ ഒരുങ്ങുന്നു. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച് മഹാരാഷ്ട്ര. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബ് വിലക്കി ഓസ്ട്രേലിയ. രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോവർക്കിംഗ് സ്പേസ് കൊച്ചിയിൽ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി അശ്വിൻ ശേഖർ. സൊണാലി മിശ്ര റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായി. അഭിജിത്ത് സേത്താണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ. നിതിൻ ഗുപ്ത നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ. R ദൊരൈസ്വാമി LICയുടെ പുതിയ CEO. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി പ്രൊഫസർ ഉമ കാഞ്ചിലാലിനെ നിയമിച്ചു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി സംവിധായകൻ K മധുവിനെ നിയമിച്ചു. പഞ്ചസാരയുടെ അമിതോപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി അബുദാബി തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി യൂറോപ്പിലെ അൻഡോറയും ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമായി അഹമ്മദാബാദും തിരഞ്ഞെടുക്കപ്പെട്ടു. MK സാനു വിടവാങ്ങി. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിൽ ജനിച്ചു. മംഗലത്ത് കേശവൻ സാനു എന്നാണ് മുഴുവൻ പേര്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ, കർമ്മഗതി ആത്മകഥ, സഹോദരൻ അയ്യപ്പൻ, മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം, നാരായണ ഗുരുസ്വാമി എന്നിവയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1985, വയലാർ അവാർഡ് 1992, ആശാൻ അവാർഡ് 1994
എഴുത്തച്ഛൻ പുരസ്കാരം 2013, ദേശാഭിമാനി പുരസ്കാരം 2023 മുതലായ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 1987 എറണാകുളം മണ്ഡലത്തിൽ നിന്നും MLA ആയി നിയമസഭയിലെത്തി. 2025 ഓഗസ്റ്റ് 2 അന്തരിച്ചു. ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മേഘാലയയിലെ മൗസിൻറാം. SBIയെ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തു. കേരളത്തിലാദ്യമായി കവച സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽപാത എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷൻ.